والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. നോമ്പിലെ വിശ്വാസ പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അതിൻ്റെ തുടർച്ചയാണ്. മൂന്നാമത്തെ കാര്യമായി ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, തദക്കർ അന്ന സൗമ ലില്ലാഹ് ഫസും ലി അജലിഹി. നോമ്പെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അതുകൊണ്ട് അവന് വേണ്ടി മാത്രമായി നോമ്പെടുക്കാൻ നീ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. നോമ്പിനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റു ഇബാദത്തുകളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പറഞ്ഞു, അസ്സൗമു ലി വ അന അജ്സി ബിഹി യദഉ ശഹവതഹു വ അക്ലഹു വ ശുർബഹു മിൻ അജ്ലി. എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതിന് ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകും, 10 മുതൽ 700 ഇരട്ടി വരെ. ഇല്ല സൗം, നോമ്പൊഴികെ എന്ന് പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അവനവൻ്റെ ദേഹേച്ഛകളും ഭക്ഷണവും വെള്ളവുമെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ഒഴിവാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ ഒരു ഇബാദത്താണ് നോമ്പെന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അതിനെ പൗരുഷയോടുകൂടി അസ്സൗമുലി എന്നെടുത്ത് പറഞ്ഞിട്ടുള്ളത്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അസ്സൗമുലി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു പല ഇബാദത്തുകൾ പോലെ പ്രാർത്ഥന, സഹായതട്ടം, നേർച്ച, ഇതൊക്കെ ആളുകൾ ഇതിൽ ഷിർക്ക് ചെയ്യാറുണ്ട്. എന്നാൽ നോമ്പെന്ന് പറയുന്ന ഇബാദത്തിൽ പൊതുവെ ഷിർക്ക് സംഭവിക്കാത്തതായ കാര്യമാണ്. ഒരാളും അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി നോമ്പെടുക്കാറില്ല. അപ്പം നോമ്പെന്ന് പറയുന്നത് പൂർണ്ണമായി ഇഖ്ലാസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അമലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ്. വേറെ ചിലർ പറഞ്ഞു നോമ്പ് സമാനമായ അർത്ഥം തന്നെയാണ്. നോമ്പെന്ന് പറയുന്നത് അതിൽ റിയാ ഇല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയിൽ, അഥവാ ചെറുതോ വലുതോ ഷിർക്ക് അതിൽ പൊതുവെ സംഭവിക്കാറില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പല അമലുകളെ പോലെയും നോമ്പ് തീരാറില്ല. കാരണം നോമ്പെന്ന് പറയുന്നത് അതൊരു ബാത്തിനായ ഒരു അമലാണ്. നമുക്ക് ബാഹ്യമായി നോമ്പിൻ്റെ ഒന്നും അടയാളങ്ങൾ കാണിക്കാൻ സാധിക്കുന്നതല്ല. നോമ്പ് ആന്തരികമായിട്ടുള്ളൊരു അമലാണ്. അതൊക്കെ ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്നുവെന്നാണ്. എന്തുതന്നെയാലും സഹോദരങ്ങളെ, ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ പോരിശയുള്ള കാര്യമാണ് എന്നാണ്. മറ്റുള്ള അമലുകളിൽ നിന്നും വ്യത്യസ്തമായി നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഒരു ആദത്ത് പോലെ, ചടങ്ങ് പോലെ ആയിത്തീരാതെ ഇത് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇബാദത്താണ് എന്ന ചിന്തയോടുകൂടി നോമ്പെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഹദീസുകളിലൊക്കെ ഉള്ളത്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമളാൻ മാസത്തിൽ വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പെടുക്കുന്നത് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി വിശ്വസിക്കണം. അള്ളാഹുവിനെ എങ്ങനെയാണോ നമ്മൾ കണക്കാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ യഖീനോടുകൂടി, ദൃഢബോധ്യത്തോടുകൂടി അള്ളാഹു തആല ഇതിന് വലിയ പ്രതിഫലം നൽകും എന്ന ചിന്തയോടുകൂടി നോമ്പെടുക്കേണ്ടതുണ്ട് എന്നാണ്. നാലാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് ഇഹ്തസിബ് സവാബ സിയാം, നോമ്പിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കുക. തദക്കർ അന്നല്ലദീ യജ്സി ബിഹി ഹുവൽ കരീം സുബ്ഹാനഹു വ തആല. നോമ്പിൻ്റെ പ്രതിഫലം വളരെ മഹത്തരമായതാണ്. അതിന് പ്രതിഫലം നൽകുന്നത് ഔദാര്യവാനായ അൽ കരീമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്നാണ്. കാരണം ആ ഹദീസിൽ പറയുന്നത് വ അന അജ്സി ബിഹി, ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത് എന്നാണ്. ഇപ്പോൾ നോമ്പിന് പ്രതിഫലം നൽകുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോൾ തൊട്ടു മുമ്പിൽ ഉള്ള പ്രതിഫലം അതിൻ്റെ കണക്ക് പറഞ്ഞത് 10 മുതൽ 700 ഇരട്ടി വരെയാണ്. അപ്പോൾ നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കണക്ക് വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നോമ്പിന് അങ്ങനെ 700 ഇരട്ടിയുടെ കണക്കില്ല. അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നോമ്പിന് നൽകുമെന്നാണ്. ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് നോമ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്ഷമയുടെ ഒരു ഭാഗമാണ്. ക്ഷമയുടെ 3 ഇനങ്ങളും നോമ്പിലുണ്ട് എന്നാണ്. നമുക്കറിയാം, ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒന്നാമതായി വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ത്വാഅത്ത് ചെയ്യാൻ, അനുസരിക്കാൻ ക്ഷമ വേണ്ടതുണ്ട്. അല്ലാഹു തആലക്ക് വേണ്ടിയാണ് പലതും ഒഴിവാക്കുന്നത്. അല്ലാഹു തആലക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് എന്ത് ചെയ്യുന്നത്, പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒരാൾ അനുഷ്ഠിക്കുന്നത് അള്ളാഹുവിനുള്ള അനുസരണ എന്നോണമാണ്. അപ്പോൾ ത്വാഅത്ത് നടത്താൻ അതിനു വേണ്ടിയിട്ട് ക്ഷമ വേണ്ടതുണ്ട്. രണ്ടാമത്, നോമ്പിൽ പല കാര്യങ്ങളും ഒരാൾ ഒഴിവാക്കേണ്ടതുണ്ട്. നോമ്പിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ ഒരുപാട് ഹറാമുകൾ അവൻ ഒഴിവാക്കണം. അവൻ്റെ സംസാരത്തിൽ നിന്നും അവൻ്റെ നോട്ടത്തിൽ നിന്നും അവൻ്റെ എല്ലാ അവയവങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ നോമ്പിലാക്കിയിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുപോകണം.
അപ്പം അത് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമ അത് നോമ്പിലുണ്ട്. അതുപോലെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന വേളയിൽ അവന് പ്രയാസങ്ങളുണ്ടാകും, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതെല്ലാം അള്ളാഹു തആലയുടെ ഖളാ ഖദറിൽ പെടുന്ന കാര്യമാണ്. അപ്പം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖദറിലുണ്ടാകുന്ന ക്ഷമയും, ഇതാണ് ക്ഷമയുടെ 3 ഇനങ്ങൾ. ഈ 3 ഇനങ്ങളും നോമ്പിലുണ്ട് എന്നാണ്. എന്നാൽ ക്ഷമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമാശീലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെയാണ് പ്രതിഫലം നൽകുന്നത് എന്നാണ്. അപ്പം അതിൽപ്പെട്ടതാണ് നോമ്പെന്ന് പറയുന്നത്. അപ്പോൾ നോമ്പെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഈ പറയുന്ന എല്ലാ ക്ഷമയും അവരുടെ നോമ്പിലൂടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. നോമ്പ് ഇഖ്ലാസ് ഏറെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായി നമ്മൾ നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ്. അതിൻ്റെ പ്രതിഫലമാകട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇരട്ടിയായി നൽകുന്നതാണ്. അത് എത്രത്തോളം പ്രതീക്ഷയോടുകൂടി, എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മഹബ്ബത്തും റജാഓടുകൂടി ഒരാൾ അനുഷ്ഠിക്കുന്നുവോ അത്രയായിരിക്കും അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുക. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഒരാൾ എന്നെ എങ്ങനെയാണോ കണക്കാക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനുണ്ടാവുക എന്നാണ്. അള്ളാഹു ഉദാരനായിട്ട് നീ കണക്കാക്കുകയും അള്ളാഹുവിൽ നിന്ന് വലിയ വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തന്നെ അടിമകൾക്ക് അതിന് പ്രതിഫലങ്ങൾ നൽകുന്നതായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല എപ്പോഴും നല്ല വിചാരങ്ങൾ ഉണ്ടാവുക സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറവുകൾ കാരണത്താലുള്ള ഒരു ഖൗഫ് നമുക്കുണ്ടാകണം. അഥവാ അള്ളാഹു എൻ്റെ ഈ കുറവുകൾ കാരണത്താൽ എൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കാതെ ആയി പോകുമോ എന്ന പേടി നമുക്കതോടൊപ്പം ഉണ്ടാകണം. അതാണ് ഖൗഫ് എന്ന് പറയുന്നത്. അള്ളാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. നോമ്പിന് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാൽ നൽകും. നോമ്പുകാരന് റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് വീഴ്ചകൾ വരുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഭയം നമുക്കുണ്ടാകണം. ഇതെങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും എൻ്റെ കുറവുകൾ കാരണത്താൽ സ്വീകരിക്കാതെ പോകുമോ എന്ന പേടി നമുക്ക് എപ്പോഴും അതോടൊപ്പം ഉണ്ടാവുകയും വേണം. ഈ ഒരു നിലക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ സഹോദരങ്ങളെ ഏറ്റവും മുന്തിയ ഇബാദത്താക്കി നമ്മൾ നോമ്പിനെ തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.